തിന്നാനൊന്നായില്ലേ ചേച്ചി? വിശക്കണ്. അയ്യോ വിശക്കുന്ന ഞാനൊരു ആന മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അത് വെന്ത് കഴിഞ്ഞാൽ 56 കഷ്ണാക്കിയിട്ട് നിനക്ക് തരാം. ചേച്ചി വിശന്ന് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് വരും ചേച്ചി. ഇപ്പൊ തന്നെ ഛർദ്ദിക്കാൻ വരുന്ന വിശന്നിട്ട്. എന്തെങ്കിലും കഴിക്കണം ചേച്ചി രാവിലെ തന്നെ. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അവരവർ തനിച്ചുണ്ടാക്കി കഴിക്കണം. ചേച്ചി ചേച്ചി ഇവിടെ എത്ര 7 പേരുണ്ട്? 7 പേരില്ലേ? 7 പേർക്ക് ചേച്ചി എന്തായാലും അരി ഇടണം. എനിക്ക് വേണ്ടിയിട്ട് വേറെ അരി തിളപ്പിക്കൊന്നും വേണ്ടല്ലോ. അരി ഇട്ടപ്പോഴേ എന്താ പറഞ്ഞു പിടിച്ചില്ലേ? സത്യല്ലേ? നോക്കി പേടിപ്പിക്കല്ലേ? കാര്യമില്ല പറഞ്ഞത്. കാറ്റ് കുറച്ച് ആകർഷിക്കണം എനിക്ക്. ഇത് ഞാൻ അടുത്ത് വിരുന്നുകാരിയല്ലേ? വിരുന്നുകാരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? വർഷത്തിൽ 360 ദിവസം നീ ഇവിടെയാ, ബാക്കി 5 ദിവസം 6 ദിവസം നീ പുറത്ത്. അങ്ങനത്തെ നീ വിരുന്നുകാരിയാ വീട്ടുകാരിയാ? ചേച്ചി ഈ വീടെന്ന് പറയണത് ഞാൻ പിച്ച വെച്ച് നടന്ന വീടാണ്. ഇതെൻ്റെ സ്വന്തം വീടാണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാലോ. അപ്പൊ നിന്റെ വീടല്ലേ അല്ലേ? പിന്നെ നിനക്ക് തന്നെ വെച്ചുണ്ടാക്കി അങ്ങ് കഴിച്ചാ പോരെ സരിതേ. അപ്പൊ വിരുന്നുകാരിയല്ലല്ലോ. അതങ്ങനെ ശരിയാവും. ഞാൻ വിരുന്നുകാരിയാണ്, പക്ഷെ ഇതെൻ്റെ സ്വന്തം വീടാണ്. എടി സരസ്വതിയുടെ മോളെ, നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. വിരുന്നുകാരിയാണോ വീട്ടുകാരിയാണോ? എൻ്റെ അമ്മയ്ക്കല്ലേ വിളിച്ചതിപ്പാ? ചേട്ടാ ചേട്ടാ കേട്ടില്ലേ? ചേട്ടൻ്റെ അലവലാതി ഭാര്യ പറഞ്ഞത് നമ്മുടെ അമ്മയ്ക്ക് വിളിച്ചു. അലവലാതി ഞാനായിരിക്കില്ല, നീ ആയിരിക്കും. വീട്ടിൽ വലിഞ്ഞേറി വന്നോളൂ. കണ്ടേട്ടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ചേട്ടാ? ലൈവായിട്ട് ചേട്ടന് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? എടി നീ എന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളുടെ അമ്മയ്ക്ക് വിളിച്ചത്? അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, സരസ്വതിയുടെ മോളല്ലേന്നാ ചോദിച്ചേ. ആണോ? കണ്ടോ, അത് നമ്മുടെ അമ്മയ്ക്ക് വിളിച്ചതല്ല. നമുക്കതൊരു പുകഴ്ത്തലല്ലേ? സരസ്വതിയുടെ മോളെ. നമ്മുടെ അമ്മയുടെ പേര് സരസ്വതി അല്ലേ? നമ്മുടെ അമ്മയുടെ പേര് സരസ്വതി എന്നല്ലേ? അപ്പോ നമ്മുടെ അമ്മയെന്നല്ലേ വിളിച്ചത്? സരസ്വതി എന്ന് വിളിച്ചാൽ അത് പോസിറ്റീവ് അല്ലേ? വല്ല ലീലയുടെ മോളെന്നോ രമണിയുടെ മോളെന്നോ ഒക്കെ വിളിച്ചാലേ നാണക്കേടാവുള്ളൂ. നീ അതൊക്കെ വിട്ടുകളാ. വിട്ടോ? ഫു 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 എല്ലാം പോയല്ലോ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവാ. ഞാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു. ദൈവമേ, അത് കറക്റ്റ്. പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ. അതിന് പക്ഷേ എനിക്ക് ചെറിയ സാമ്പത്തിക സഹായങ്ങളുടെ എൻ്റെ അടുത്ത് പൈസ ഇല്ല. നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ എന്തായിരുന്നു? എനിക്ക് വിശന്നിട്ട് പോയാ. നീ എന്തായാലും എന്റെ കൊച്ചിനൊന്നും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാഞ്ഞേ? സൗകര്യം ഇല്ലാത്തോണ്ട്. എന്റെ കൊച്ചിനൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് എന്റെ സ്വഭാവം മാറും കേട്ടോ. അതല്ല ചേട്ടാ, എനിക്ക് വല്ലതും കഴിച്ചിട്ട് വേണം. എൻ്റെ കൂട്ടുകാരി ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ടേ, അവളെ കാണാൻ പോവാം. ലണ്ടനിൽ നിന്ന് സെറ്റാക്കാം. എനിക്കിന്ന് കുരുവിക്കാടിലേക്ക് പോണെന്ന് പറഞ്ഞതല്ലേ? അപ്പൊ എനിക്കാരും ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരുന്നില്ലല്ലോ. നിനക്കാരും എന്തിനാ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്? ഇവിടെ അടുക്കള സാധനം ഇരിപ്പുണ്ടല്ലോ, മര്യാദയ്ക്ക് ഉണ്ടാക്കി ഞാൻ കഴിച്ചൂടെ? എന്നാ പിന്നെ ഇവക്കും മര്യാദയ്ക്ക് ഉണ്ടാക്കി കഴിച്ചാ പോരെ? അപ്പൊ ഇവക്ക് പോണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. മോളെ അവിടെ അങ്ങനെ പലതും പറയും. മോക്കിപ്പോ എന്താ പ്രശ്നം? എനിക്കിപ്പോ എന്തെങ്കിലും കഴിക്കാൻ വേണം. അപ്പോൾ ചേട്ടൻ ഇത് ഓർഡർ ചെയ്ത് തരണം. ഇപ്പൊ തന്നെ വേണം. ചേട്ടൻ അത് ചെയ്തു തരാം. പക്ഷെ അതിനു മുമ്പ് മോളുടെ ഒരു ചെറിയ സഹായം ചേട്ടന് വേണം. പറയട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിസിനസ്, അതിനൊരു ഇച്ചിരി സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുമോ? ഫിനാൻഷ്യൽ ഹെൽപ്പ്. അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ അതിനും വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് കിടക്കുന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ. എന്തിനാടി വിളിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും വിശപ്പല്ലേ? നീ വെള്ളാപ്പിള്ളയൊന്നും അല്ലല്ലോ. ഇവിടെ അരിയും പച്ചക്കറി ഇരിപ്പുണ്ട്. വേണമെങ്കിൽ വേവിച്ച് കഴിച്ചിട്ട് നിന്റെ എവിടാന്ന് വെച്ചാൽ പോവാം. അടിപൊളി. പിന്നെ ഒരു കാര്യം, ഈ ഗൃഹത്തിൽ നിനക്ക് എന്നെ പോലെ തുല്യ അധികാരം കൈയാളാനുള്ള ഒരു അവകാശമുണ്ട്. അത് നിന്നിൽ നിക്ഷിപ്തമാക്കാൻ വല്ലവരും തയ്യാറായില്ലെങ്കിൽ വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ ചെയ്ത് അത് നേടിയെടുക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരിക്കണം. മനസ്സിലായില്ല? സിമ്പിൾ. ഈ വീട്ടിൽ നിനക്ക് എന്നെ പോലെ തന്നെ അധികാരമുണ്ട്. അത് തരാൻ ചിലർ തയ്യാറായില്ലെങ്കിൽ അത് പിടിച്ചു മേടിക്കുന്നത് നിന്റെ ചുമതലയാണ്, നിന്റെ ഉത്തരവാദിത്വം. അത്രേ ഉള്ളൂ. ഞാൻ പോകുന്നു. ടാറ്റ. കേട്ടല്ലോ? ഈ വീട്ടിൽ എനിക്ക് നല്ല അധികാരമുണ്ട്, പകുതി അധികാരമുണ്ട്. അപ്പൊ അത് പിടിച്ചു പറിച്ചാലും കുഴപ്പമില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ അത് നേടിയെടുത്തിരിക്കും. എന്ത്? എന്നാ നീ നേടിയെടുക്കും. എനിക്ക് നേടിയെടുക്കാനൊക്കെ അറിയാം. നന്നായിട്ട് നേടിയെടുക്കും ഞാൻ. കയ്യാങ്കളി വേണമെന്നുണ്ടെങ്കിൽ അതും നേടിയെടുക്കും ഞാൻ. എന്നാ പിന്നെ നീ ഒന്ന് തന്നെ അടിച്ചു നോക്ക്. കയ്യാങ്കളി എന്നല്ലേ പറഞ്ഞേ? എന്നാ അടിച്ചു നോക്ക്. ഇടിച്ചു വേണമെങ്കിൽ ഞാൻ നോക്കും. എനിക്ക് വിശക്കുണ്ട്, അതിനുവേണ്ടി ഞാൻ എന്ത് ഞാൻ ചെയ്യും. ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ? അതുപോലെ തന്നെ. പക്ഷെ ഒരു കാര്യം കൂടെ പറയാം, അവളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. കുഴപ്പമുള്ളതാണ്.
നിന്റെ ശരീരം നീ തന്നെ സൂക്ഷിക്കേണ്ടി വരും. കേട്ടല്ലോ, സൂക്ഷിക്കണം. എനിക്കിപ്പോ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് വയ്യാതിരിക്കുന്നത് മാത്രം ഞാൻ മെക്കിട്ട് കയറാൻ വരുന്നില്ല. ഞാൻ പോവുക. ക്യാരറ്റ് മതി തൽക്കാലം. കഴിക്കാം.